സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പെൻഷൻ ധനസഹായങ്ങൾ നമ്മളുടെ വീടുകളിൽ വാങ്ങുന്നവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ഫോൺ വഴി പരിശോധിച്ച് ഉറപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും ലഭ്യമാണ്. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ ആയിക്കോട്ടെ, വിധവാ പെൻഷൻ ആയിക്കോട്ടെ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ധനസഹായങ്ങളായിക്കോട്ടെ, ഭിന്നശേഷിക്കാരുടെ പെൻഷൻ സഹായമായിക്കോട്ടെ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന സഹായമായിക്കോട്ടെ, നിലവിൽ ഇപ്പോൾ 2000 രൂപ വീതം പ്രതിമാസം ആനുകൂല്യം ലഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ എന്തെങ്കിലും രേഖകൾ അവർ കൊടുക്കാനുണ്ടോ, ഏത് സമയത്താണ് പെൻഷൻ വിതരണം നടത്തിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് സേവന എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വെബ്സൈറ്റിലൂടെ. അപ്പോൾ ഇതിൽ പെൻഷൻ ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ മേൽവിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പെൻഷൻ ഗുണഭോക്താവ് എന്തെല്ലാം രേഖകൾ നിലവിൽ കൊടുത്തിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇനി ഏതെങ്കിലും രേഖകൾ കൊടുക്കാനുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ വേണ്ടി സാധിക്കും. സേവന പെൻഷൻ വഴി പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ ക്രോമിൽ പെൻഷൻ, സേവന പെൻഷൻ എന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ആദ്യം കാണുന്ന ലിങ്ക് തന്നെ പെൻഷൻ തിരച്ചിൽ എന്ന് പറയുന്ന ഒരു ലിങ്ക് ആയിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾക്ക് പെൻഷൻ അപേക്ഷ വെച്ച സമയത്ത് ലഭിച്ച പെൻഷനർ ID ഉണ്ടായിരിക്കും. ഇനി പെൻഷനർ ID അറിയത്തില്ല എങ്കിൽ നമുക്ക് ആധാർ കാർഡുണ്ട്. ആധാർ കാർഡിലെ ആധാർ നമ്പർ മതിയാകും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. എങ്കിലും ആദ്യത്തെ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബന്ധപ്പെട്ട അതിൻ്റെ ID നമ്പർ, ഇപ്പോൾ ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക. ഇനി പെൻഷനർ ID അറിയാമെങ്കിൽ പെൻഷനർ ID എന്താണോ അതാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ ഒരു വെരിഫിക്കേഷൻ കോഡ്, ആ കോഡ് അതേ രീതിയിൽ പകർത്തി നൽകിയ ശേഷം കൃത്യമായിട്ട് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ ഗുണഭോക്താവിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും ലഭിക്കും. ഇതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഉറപ്പിക്കുക. അതിനുശേഷം പ്രധാനമായിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യം, പെൻഷൻ ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം മസ്റ്ററിങ്ങിൻ്റെ സ്റ്റാറ്റസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ കാര്യങ്ങളൊന്ന് സ്ഥിരീകരിച്ചേക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെക്ക് ചെയ്യേണ്ടത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ചിലർക്ക് ബാധകമല്ല എന്നായിരിക്കും കാണുന്നത്. എന്നാൽ ചിലർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നും എത്രയാണ് വാർഷിക വരുമാനം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇനി ചിലർക്ക് സമർപ്പിച്ചിട്ടില്ല എന്നായിരിക്കും കാണാൻ സാധിക്കുന്നത്. സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം അവർക്ക് പെൻഷൻ നഷ്ടപ്പെടുന്നതാണ്. ഇനി സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരു ഭാഗം കൂടി അതിൽ കാണാൻ സാധിക്കും. അവിടെ ബാധകമല്ല അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്ക് ആനുകൂല്യം മുടങ്ങില്ല, തടസ്സമില്ലാതെ തന്നെ നമ്മളുടെ ധനസഹായം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് വരുന്നതാണ്. എന്നാൽ ആ ഒരു ഭാഗത്ത് രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ, അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടതാണ്. പ്രധാനമായിട്ട് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗവും മസ്റ്ററിങ്ങിൻ്റെ ഭാഗവും അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും രേഖാസമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ മതിയാകും. ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ്റെ സ്റ്റാറ്റസ് അത് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാൽ മതി. ഒരു തടസ്സവുമില്ലാതെ മാസാമാസങ്ങളിൽ പെൻഷൻ ലഭിക്കുമെന്നർത്ഥം. അപ്പോൾ ഈ കാര്യങ്ങൾ പെൻഷൻ ഗുണഭോക്താവ് തീർച്ചയായിട്ടും പരിശോധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.